എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ നമ്മുടെ കുട്ടപ്പനും കില്ലർ ബിയും അവർ രണ്ടുപേരും നല്ല കട്ട ചങ്ക്സ് ആവും. കുട്ടപ്പൻ കില്ലർ ബിയോട് ഇപ്പൊ താങ്ക്സ് പറയും. ഒരുപാട് നന്ദിയുണ്ട്, നീ ആ ഷിനോബിയെ രക്ഷപ്പെടുത്തിയില്ലേ. അതിന് കില്ലർ ബി പറയും, അതിന് നീ നന്ദി പറയേണ്ട ആവശ്യമില്ല. ആക്ച്വലി അവൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് സംഭവിച്ചാലും എപ്പോഴും അവന്റെ കൂടെ തന്നെ ഞാനുണ്ടാവും. അങ്ങനെ ഇവര് തമ്മില് നോർമൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ച് നല്ല കമ്പനിയാവും. പിന്നെ റാപ്പ് സോങ് ഒക്കെ പാടി അടിച്ച് പൊളിച്ച് അങ്ങനെ ചില്ല് ചെയ്ത് നിൽക്കും. ഇവിടെ യാമുട്ടോ സെൻസൈക്ക് ആണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷാവും. അങ്ങനെ ഒരു കണക്കിന് അവർ രണ്ടുപേരും കട്ട ചങ്സായി. ഇനി കുട്ടപ്പന്റെ പ്രശ്നങ്ങള് അതെല്ലാം സോൾവ് ആവും. അപ്പൊ അതേസമയം കില്ലർ ബി അവൻ കുട്ടപ്പനോട് പറയും, നീ ടെൻഷൻ അടിക്കണ്ട, യാതൊരു കാര്യമില്ല. നീ ആ വാട്ടർഫോൾസ് ജിപ്സു ഒന്നുകൂടെ ചെയ്യ്. നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാം. അപ്പൊ അത് കേട്ട് കുട്ടപ്പൻ ആ വാട്ടർഫോൾസിനെ നോക്കി വീണ്ടും ആ ജിപ്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ആ ബാഡ് നറൂട്ടോ അത് കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. ആ ബാഡ് നറൂട്ടോ അത് കുട്ടപ്പനോട് പറയും, നീ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നീ എന്റെ മുൻപില് തോറ്റുപോവും. അതിന് കുട്ടപ്പൻ പറയും, അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഉറപ്പായിട്ടും എനിക്ക് നിന്റെ മുൻപില് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഞാൻ തന്നെയാണ് നെയ്യെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പൻ ഒരു ഓട്ടോഗ്രാഫ് അങ്ങനെ എഴുതി കാണിക്കും. കുട്ടപ്പൻ പറയും, ഇതാണ് ഫ്യൂച്ചർ ഹൊക്കാഗയുടെ ഓട്ടോഗ്രാഫ്. അതായത് എന്റെ ഓട്ടോഗ്രാഫ്. ഈ ഓട്ടോഗ്രാഫ് ആയിരിക്കും ഇനി എല്ലാവർക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. അന്ന് വില്ലേജിൽ വെച്ച് ആ ഒരു ഷിനോബി എന്നോട് ഓട്ടോഗ്രാഫിന് ചോദിച്ചപ്പോ ആക്ച്വലി എനിക്ക് ഓട്ടോഗ്രാഫ് എന്താണെന്ന് പോലും ശരിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് അന്ന് കൊടുക്കാൻ കഴിയാതിരുന്നത്. അതിനാ ബാഡ് നറൂട്ടോ അവനിപ്പോ നിലവിളിച്ചു പറയും, ഇതൊക്കെ എന്തിനാ നീ ഇപ്പൊ എന്നോട് പറയുന്നേ? വർഷങ്ങളോളം ആ ജനങ്ങളെല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ, നിന്നെ അകറ്റി നിർത്തിയില്ലേ, അവര് നിന്നെ ആട്ടിപ്പായിച്ചില്ലേ, ഒരു പട്ടിയെ പോലെ അവര് കല്ലെറിഞ്ഞില്ലേ, എന്നിട്ട് വീണ്ടും വീണ്ടും നീ അവരുടെ അടുത്തേക്ക് തന്നെ തിരികെ പോവാണോ? ഇപ്പോഴെങ്കിലും നീ അത് തിരിച്ചറിയണം. ആക്ച്വലി അവർക്ക് എല്ലാവർക്കും നമ്മളോട് വെറുപ്പാണ്, നമ്മളെ ആർക്കും ഇഷ്ടമല്ല. അത് കേട്ട് കുട്ടപ്പൻ അവൻ ചിരിക്കും. കുട്ടപ്പൻ പറയും, നമ്മളെ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സ് തുറന്ന് അവരെ സ്നേഹിക്കണം. മാത്രമല്ല തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് നമ്മൾ അവരെ സ്നേഹിക്കാൻ. ആരൊക്കെ എന്നെ തഴഞ്ഞാലും സ്നേഹിച്ചിട്ടില്ലെങ്കിലും എനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഞാനൊരിക്കലും എന്നെ കൈവിട്ട് കൊടുക്കില്ല. മാത്രമല്ല ആരെയും ഒന്ന് നുള്ളി നോവിക്കാൻ പോലും എനിക്കിഷ്ടല്ല. അത് കേട്ട് ആ ബാഡ് നറൂട്ടോ അവനിപ്പോ കരയാണ്. അവൻ ചോദിക്കും, അപ്പൊ ഇത്രയും നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, ആ നിനക്ക് ഇപ്പൊ ഞാൻ ആരുമല്ലല്ലേ? അതിന് കുട്ടപ്പൻ പറയും ഒരിക്കലുമല്ല, നീ എനിക്ക് എല്ലാം എല്ലാമാണ്. ഞാൻ ഓരോ തവണ വീണപ്പോഴും നീ എനിക്ക് തന്ന പ്രചോദനം അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നീ കില്ലർ ബിയെ കണ്ടില്ലേ? അവന്റെ ബോഡിയിലുള്ള ആ എയ്ത്ത് ടൈല്, അതിനെ അവൻ ഒരു വരമായിട്ടും അനുഗ്രഹമൊക്കെ ആയിട്ടാണ് അവൻ കണ്ടിരിക്കുന്നത്. ഉടനെ കുട്ടപ്പൻ ഓടി വന്ന് ഇപ്പൊ ആ ബാഡ് നറൂട്ടോയെ അങ്ങനെ കെട്ടിപ്പിടിക്കും. അവൻ പറയും, ഇത്രയും നാള് എന്റെ കൂടെ നിന്നത് നീയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോ ഇപ്പൊ ആ ബാഡ് നറൂട്ടോ അത് പെട്ടെന്ന് നോർമലായി മാറും. എന്നിട്ടത് പതിയെ പതിയെ ഇല്ലാതായി മൊത്തത്തില് വാനിഷ് ആവും. അങ്ങനെ നമ്മുടെ ചെക്കൻ ഇപ്പൊ ഒരു വിധത്തില് അവന്റെ ബാഡ് നറൂട്ടോയെ തോൽപ്പിച്ചു. കട്ട് ചെയ്ത കുട്ടപ്പൻ അവനിപ്പോ ഹാപ്പി ആയിട്ട് പതിയെ എഴുന്നേക്കും. കുട്ടപ്പൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ തുള്ളിച്ചാടും. അവൻ പറയും, ആ ബാഡ് നറൂട്ടോയെ അതിനെ ഞാൻ തോൽപ്പിച്ചു. അത് കേട്ട് യാമുട്ടോ സെൻസായി ആൾക്ക് ഒരുപാട് സന്തോഷാവും. അതിന് കില്ലർ ബി പറയും, നിനക്ക് സന്തോഷിക്കാൻ സമയമായിട്ടില്ല. അടുത്തതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, നിന്റെ 9 ടൈൽ മോൺസ്റ്ററിനെ അതിനെ കൺട്രോൾ ചെയ്യുക എന്ന സ്റ്റെപ്പ്. ഇനി മുതൽ ഞാനായിരിക്കും നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാ, നിന്റെ പ്രൊഫഷണൽ ട്രെയിനർ. നീ എന്റെ പിന്നാലെ തന്നെ വായോന്ന് പറഞ്ഞ് ഇപ്പൊ കില്ലർ ബി അവൻ അങ്ങനെ നടന്ന് ആ വാട്ടർഫോൾസിന്റെ ഉള്ളിലേക്ക് പോവും. കുട്ടപ്പനും അവന്റെ കൂടെ തന്നെ യാമുട്ടോ സെൻസായും അവർ രണ്ടുപേരും കില്ലർ ബിക്ക് പിന്നാലെ ആ വാട്ടർഫോൾസിന്റെ മറുവശത്തേക്ക് എത്തും. കട്ട് ചെയ്ത അവർക്ക് മുന്നില് ഇപ്പൊ വലിയൊരു മാൻഷൻ കാണും. അത് കണ്ട് ഇപ്പൊ കുട്ടപ്പൻ അവൻ വണ്ടറടിച്ച് അങ്ങനെ നോക്കി നിൽക്കും. കുട്ടപ്പൻ ചുറ്റും നോക്കും. അപ്പൊ അവിടെ മുഴുവൻ തലയില്ലാത്ത ഒരുപാട് ശിലകള്. അവൻ കില്ലർ ബിയോട് ചോദിക്കും, നമ്മളിപ്പോ എന്താ ഇവിടേക്ക് വന്നേ? ഈ ശിലകൾക്ക് അവയ്ക്കൊന്നും തലയില്ലല്ലോ. അതിന് കില്ലർ ബി പറയും, ഇവിടെ വെച്ചാണ് നീ നിന്റെ 9 ടൈലിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ആ ശിലകൾക്ക് തലയില്ലാത്തതിന്റെ കാരണം അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആക്ച്വലി ഇവിടെ വെച്ചാണ് എല്ലാവരും അവരുടെ ബീസ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നത്. നീയും ഇവിടെ വെച്ച് തന്നെ നിന്റെ ബീസ്റ്റിനെ നേരിട്ട് കണ്ട് അതിനെ കൺട്രോൾ ചെയ്യും. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിച്ച് ഇപ്പൊ മുൻപോട്ട് വരുമ്പോ അവരുടെ തൊട്ട് മുൻപിലായിട്ട് ഒരു പുലിയുടെ തല അത് കാണും.
കില്ലർ ബി കുട്ടപ്പനോട് പറയും, നിന്റെ മനസ്സ് അത് നല്ലതാണെങ്കിൽ നീ അതിന്റെ വായിൽ തലയിട്ട് കഴിഞ്ഞാ ഉറപ്പായിട്ടും ആ ഡോറ് അത് തുറന്നു വരും. ഇനി അഥവാ നിന്റെ മനസ്സ് അത് ബാഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ പുലി അത് നിന്റെ തല കടിച്ചു പറിച്ചു തിന്നും. അത് കേൾക്കേണ്ട താമസം കുട്ടപ്പന്റെ ഫ്യൂസ് പോകും. സോ ആക്ച്വലി നീ ഈ ഡീലിന് തയ്യാറാണോ? നീ പുറത്ത് കണ്ട ആ തലയില്ലാത്ത ശിലകള് അത് നിന്നെ പോലെ ഇവിടേക്ക് വന്ന് ഇതിന്റെ വായില് തലയിട്ടവരാണ്. അവർക്ക് അവരുടെ തലയും ജീവനും നഷ്ടമായി. അതിന് യാമുട്ടോ സെൻസായി പറയും, ഇത് ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് കുട്ടപ്പ, നീ ഇപ്പോ നിന്റെ ക്ലൗണിനെ ഉപയോഗിച്ച് ഇത് ചെയ്താ മതി. അതിന് കില്ലർ ബി അവൻ ടെൻഷനായിട്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നിങ്ങളുടെ ഒരു ട്രിക്കും ഇവിടെ വിലപ്പോവില്ല. റിയൽ കുട്ടപ്പൻ അവൻ തന്നെ ഈ ഒരു സ്റ്റെപ്പ് അത് കംപ്ലീറ്റ് ചെയ്യണം. അതിന് കുട്ടപ്പൻ അവൻ പറയും, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. ഉറപ്പായിട്ടും ഞാനിത് ചെയ്യും. എനിക്ക് എങ്ങനെയെങ്കിലും ആ 19നെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവനതിന്റെ വായിലേക്ക് ഇപ്പൊ തല കയറ്റും. എന്നിട്ട് അലറി കാറാൻ തുടങ്ങും. നോ! അത് കേട്ട് യാമുട്ടോ സെൻസായി ആള് പേടിച്ചു വരച്ച് ഇപ്പൊ കുട്ടപ്പനെ പിടിച്ചു വലിച്ച് പുറത്തേക്കെടുക്കും. പക്ഷെ കുട്ടപ്പന് അവന് തലയുണ്ടാവില്ല. യാമുട്ടോ സെൻസായി അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവനിപ്പോ അവന്റെ തല അത് പുറത്തേക്കിടും. ആക്ച്വലി നമ്മുടെ ചെക്കൻ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചതാണ്. അത് കണ്ട് കില്ലർ ബി ചിരിക്കും. അപ്പാ ഡോറ് അതിപ്പോ അങ്ങനെ തുറന്നു വരും. കുട്ടപ്പനും യാമുട്ടോ സെൻസായും അവർ രണ്ടുപേരും ആ ഡോറ് കണ്ട് ഷോക്കായി നിൽക്കും. ഉടനെ കില്ലർ ബി അവരെ രണ്ടുപേരെയും ഇപ്പൊ അകത്തേക്ക് കൊണ്ടുപോകും. കില്ലർ ബി കുട്ടപ്പനോട് പറയും, നീ വാട്ടർഫോൾസിന് മുൻപില് എന്ത് ചെയ്തോ അത് തന്നെ ഇവിടെയും ചെയ്യ. മനസ്സ് ഏകാഗ്രതമാക്കി വെച്ച് അങ്ങനെ ശാന്തമായിട്ടിരിക്കുക. കില്ലർ ബി അവനിപ്പോ നറൂട്ടോട് ചോദിക്കും, നിന്റെ സീല് അതേത് തരത്തിലുള്ളതാണ്? അതിന് യാമുട്ടോ പറയും, അത് ടെക്ടോഗ്രാം സീലാണ്. അതിന് കില്ലർ ബി, വാവ്, ടെക്ടോഗ്രാം സീല് അത് ശരിക്കും അടിപൊളിയാണ്. ഓക്കെ, അതിന്റെ കീ അത് നിന്റെ കയ്യിലുണ്ടോ? അപ്പൊ കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് അവന്റെ ബോഡിയിലുള്ള ആ കുഞ്ഞൻ തവള അതിനാലോചിക്കും. അതിന്റെ കയ്യില് ആ ഒരു കീ ഉണ്ട്. കുട്ടപ്പൻ പറയും, യെസ്, ആ കീ അതെന്റെ കയ്യിൽ തന്നെയുണ്ട്. ഉടനെ കില്ലർ ബി, ഇൻ കേസ് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തില് അതിനെ ഇവിടെ സീൽ ചെയ്ത് പുറത്തേക്ക് പോകാൻ കഴിയും. അതിനുശേഷം മറ്റൊരു മോൺസ്റ്ററിനെ ഉപയോഗിച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാം. ഉടനെ കില്ലർ ബി ആ ഒരു ഡോർ അടയ്ക്കും. കുട്ടപ്പനാണെങ്കില് അവന്റെ മനസ്സ് അതിപ്പോ ഏകാഗ്രതമാക്കി ആ ഒരു മോൺസ്റ്ററിനെ ഡയറക്റ്റ് കാണാൻ തുടങ്ങും. അപ്പൊ അവന്റെ സബ്കോൺഷ്യസ് മൈൻഡില് കില്ലർ ബി പറയും, നിന്റെ മോൺസ്റ്ററിനെ അതിന് അൺഡു ചെയ്യ്. നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് കുട്ടപ്പൻ അവൻ പതിയെ ആ സെല്ലിന്റെ മുകളിലേക്ക് ചെന്ന് അവന്റെ കയ്യിലുള്ള ആ കീ അതുപയോഗിച്ച് ആ സെൽ ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. ഉടനെ ആ 9 അതിപ്പോ പുറത്തേക്ക് ചാടി വന്ന് കുട്ടപ്പൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് കില്ലർ ബി പറയും, കുട്ടപ്പ, നിന്റെ ചക്ര പവർ ഉപയോഗിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ചെയ്യ്. ഉടനെ കില്ലർ ബി അവൻ അവന്റെ പവർ വെച്ച് ഇപ്പൊ 9 പിടിച്ചു വലിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ ലോക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ 9 അതിപ്പോ 8 തകർത്തെറിയും. ഉടനെ 8 പറയും, ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കുട്ടപ്പൻ അവൻ അവന്റെ പവർ മാത്രം ഉപയോഗിച്ച് വേണം ഇനി അതിനെ കൺട്രോൾ ചെയ്യാൻ. അതിനാ 9 പറയും, എനിക്കെല്ലാം മനസ്സിലായി. നീ നിന്റെ പവർ ഉപയോഗിച്ച് എന്റെ പവറിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ. അതോടനെ ഇപ്പൊ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് കില്ലർ ബി അവൻ വിളിച്ചു പറയും, കുട്ടപ്പ ഓടിക്കോ, അത് ടെയിൽഡ് ബീസ്റ്റ് ബോംബാണ്. അത് പൊട്ടിത്തെറിച്ച ഉറപ്പായിട്ടും നിനക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല. പക്ഷെ കുട്ടപ്പൻ അവൻ എന്തെങ്കിലും ചെയ്യും മുമ്പ് ആ ബോംബ് അത് കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. അപ്പൊ 8 അതാ ബോംബ് അതങ്ങനെ തട്ടിത്തെറിപ്പിക്കും. കുട്ടപ്പനാണെങ്കില് ഉടൻ തന്നെ ഇപ്പൊ സേജ് മോഡിലേക്ക് പോവും. കുട്ടപ്പൻ സേജ് റസൻ കണ്ണ് അത് ക്രിയേറ്റ് ചെയ്ത് 9 നേർക്ക് ഓടി അടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.